ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയെടുത്താലോ? ഇന്ന് എല്ലാവർക്കും ഒരാഗ്രഹം കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും എല്ലാം കൂട്ടി ഒന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കപ്പ എടുത്ത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ കപ്പയെല്ലാം പൊടിച്ചെടുത്തു. ഇനിയും കഴുകിയെടുക്കാം. ഇനി കപ്പയ്ക്ക് ആവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കപ്പ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വറക്കാൻ ആവശ്യമായ ഉണക്കമീൻ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വലിയ എരിവൊന്നുമില്ല. ഒരുപാട് തരത്തിലുള്ള കാന്താരികളുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ള കാന്താരിയാണ്. അതിനോടൊപ്പം കുറച്ച് ചുവന്നുള്ളിയും കൂടെ പൊളിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയും കാന്താരിയും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ചതച്ചെടുക്കാം. ഇന്നിവിടെ എടുത്ത വെള്ളക്കാന്താരിക്ക് തീരെ എരിവ് കുറവാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുപോലൊരു ചെറിയ ഇടികല്ലിലാണ് ഞാൻ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത്. പണ്ടൊക്കെ കാലത്ത് നമ്മുടെ എല്ലാ വീടുകളിൽ അരകല്ലിലാണ് ഇതുപോലെയുള്ള ചമ്മന്തികൾ നമ്മൾ അരച്ചെടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്കൊന്നും സമയമില്ലല്ലോ, എല്ലാവരും തിരക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഇടികല്ല് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത്രയും ഇടികല്ലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചമ്മന്തികളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന മുളകും ചുവന്നുള്ളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ഈ കല്ലിന് കുറച്ച് വിസ്താരം കുറവാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മുളക് ചതയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ചതയ്ക്കുമ്പോൾ ഈ മുളകിൻ്റെ നീര് നമ്മുടെ മുഖത്തൊക്കെ തെറിക്കും. കണ്ണിലും മൂക്കിലും ഒക്കെ ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഏകദേശം റെഡിയായി. ഒരുപാടങ്ങ് നൈസായിട്ട് അരച്ചെടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉള്ളിയും മുളകും ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം നാടൻ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും അത്രയും ടേസ്റ്റ് ഇതിന് കാണും. അപ്പം നമ്മുടെ ഇന്നത്തെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഉണക്കമീനാണല്ലോ, അപ്പോൾ അത് ഉപ്പ് ചേർത്താണ് ഉണങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനകത്തിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മുടെ മസാലയെല്ലാം റെഡിയായിട്ടുണ്ട്. ഒരല്പസമയം നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് നമുക്കതൊന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പം മസാല റെഡിയായി. ഇനി നമുക്കത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇന്നത്തെ എഡിറ്റിങ്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ സ്വന്തമായിട്ടാണ് ഇന്ന് എഡിറ്റിങ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ് ചെയ്തതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ പോരായ്മകളൊക്കെ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കമീനിൻ്റെ ഒരു വശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണമാണ് വരുന്നത്. ഉണക്കമീനിൻ്റെ മണം ആരോടും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സൂപ്പർ മണമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കമീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മീൻ മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയും ഒരു 2-3 പച്ചമുളകും ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ പാനിനകത്തിലിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഉപ്പൊന്നും ചേർക്കണ്ട. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉണക്കമീനിന് ഉപ്പ് കാണുമല്ലോ. അപ്പോൾ ഇത് ഈ സവാള കൂട്ടി അത് കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഈ സവോളയും ഉണക്കമീനും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണക്കമീനും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമീനും സവോളയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി അതിനെയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ഉണക്കമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൊതി തോന്നുന്നില്ലേ? അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? അതിനായിട്ട് കുറച്ച് കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് ചമ്മന്തിയും അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കുക. അതുപോലെ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. ഓക്കേ.